അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ബദർ മദീനയുടെ മുഹബ്ബീങ്ങളെ, മറ്റു നമ്മളെ ഗുണകാംക്ഷികളെ, നാം എല്ലാവരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സച്ചരിതരായ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരും മഹാന്മാരും ഔസുൽ ആലം മുഹമ്മദുൽ കബീർ റിഫായി സുൽത്താൻ ഹിന്ദ് ഹാജ തങ്ങളും അതുപോലെ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്ന സഹാബത്തുൽ കിറാമിൻ്റെയും ജീവിതവും അവരുടെ മാതൃകയും പിൻപറ്റി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ, മതത്തിനെതിരെ, മഹത്തുക്കൾ വരച്ച് ജീവിച്ച് കാണിച്ചെന്ന മാതൃകൾക്ക് എതിരെ നടക്കുന്ന എല്ലാ വിധ വകുപ്പുകളോടും നാം അന്യമാണ്, നമ്മൾ അതിൽ പങ്കാളികളല്ല. പാവപ്പെട്ട സൂഫികൾക്കും നിരാരംബർക്കും ആരുമില്ലാതെ മക്കാമുകളായി അലഞ്ഞു നടക്കുന്ന പാവപ്പെട്ട ഫക്കീറുമാർക്കും ഒരു കൂട്ടായ്മ വേണമെന്ന് പറയുകയും നിങ്ങളതിൽ നിർബന്ധമായ പങ്കാളിത്തം വേണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഒരു ബോർഡാണ് ഇത് എന്ന് പറയുകയും ചെയ്തപ്പോൾ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യാമെന്നും അതിലുള്ള പാകപ്പേവുകളൊക്കെ നമ്മളെ കൊണ്ട് തിരുത്താനും നിയന്ത്രിക്കാനും നമ്മളിൽ നിന്നാൽ കഴിയുമെന്ന് മനസ്സിലാക്കി നാം ഇപ്പോൾ നടക്കുന്ന വിവാദം ഒരുവിധം ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് മഹാനായ അമ്പംകുന്ന് വീരാനൗല ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിൻ്റെ ചാരത്ത് ഉദ്ഘാടനം നടക്കുകയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ക്ഷണിക്കണം, ഒരു പത്രസമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് നിർബന്ധമായി നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പോവുകയും പോയപ്പോൾ തന്നെ അതിൻ്റെ രൂപരേഖകൾ, അതിന് പറയാനുള്ള രേഖകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ആവശ്യമില്ല, നമ്മൾ ക്ഷണിക്കാനല്ലേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലും നമ്മൾ ആ നല്ല ഒരു പരിപാടിയാണല്ലോ, നല്ലതാവുമല്ലോ, നമ്മളെ കൊണ്ട് ദീനിനും നാടിനും നാട്ടുകാർക്കും സമുദായത്തിനും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ ഒരു പങ്കാളിയായത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് വെച്ചാൽ ഇന്നലത്തെ അവരുടെ സംസാരം വളരെയധികം എല്ലാവരെയും മനസ്സ് വേദനിപ്പിക്കുന്ന, ഈമാനുള്ളവർക്ക് വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഞാനുമായി ആ സംഘടന, ആ ബോർഡുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ദൈർഘ്യമാക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളുടെയും പരിപൂർണ ഗുരുത്വത്തിലും പൊരുത്തത്തിലും അവരൊക്കെ വരച്ച് ജീവിച്ച് കാണിച്ചു തന്ന മാതൃക ഉൾക്കൊണ്ട് ജീവിക്കാനും മഹാനായ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. ആർക്കെങ്കിലും വല്ല വിഷമവോ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ആ ഒരു വകുപ്പിനോട് യാതൊരു ബന്ധവും നാം ഇല്ല, ബദർ മദീനക്കാരില്ല, ബദർ മദീനയുടെ ഉസ്താദും യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ ഉറപ്പു തരുന്നു. മഹാനായ റബ്ബ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും, ഇവിടെ ശരീഅത്തനുസരിച്ച് ഹിഫ്ളുൽ ഖുർആനും ദർസും അതുപോലെ ഓരോ മാസങ്ങളും അതാത് മാസങ്ങളിൽ വഫാത്തായ മഹാരഥന്മാരുടെ നേർച്ചകളും അതുപോലെ വെച്ചും വിളമ്പിയും അതുപോലെ
ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട്, കുട്ടികളെ കെട്ടിക്കേണ്ടവർക്ക് കുട്ടികളെ കെട്ടിച്ചിട്ട് ഏതെല്ലാം രൂപത്തിലാണ് ഒരു പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ കഴിയുക, അതൊക്കെ നാം എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടെ, ഒരാളോടും നിർബന്ധ പിരിവില്ലാതെ, ഒരാളും കൈനീട്ടേണ്ട ഗതികേട് വരാതെ, മഹാനായ റബ്ബ് അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടും മഹലായ ഫضല് കൊണ്ടും മഹത്തുകളുടെ പ്രത്യേക സഹായം കൊണ്ടും നമ്മൾ ഈ കാലം ഇതുവരെയും കഴിയാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ബദർ മദീനക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിലേറെ ഉപരിയായി ദീനിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമ്മളെടുത്ത് വന്ന പാകപ്പേവുകളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു ആഖിറം വെളിച്ചാക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഹക്ക് കൊണ്ട് കാമില ഈമാനും തഖ്വയും ക്ഷമയും ദീനി ബോധവും ധർമ്മബോധവും മഹത്തുക്കളുടെ ആ ചൈര്യ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.